നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. അവയവങ്ങൾ പണത്തിനു വേണ്ടി വിൽക്കുന്നതും വാങ്ങുന്നതും നിയമം മൂലം നിരോധിച്ച രാജ്യമാണ് ഇന്ത്യ. അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ പ്രതിഫലം ആഗ്രഹിക്കാത്ത ദാതാക്കൾക്കോ മാത്രമേ അവയവദാനം നടത്താൻ അനുമതിയുള്ളൂ. എന്നാൽ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി അവയവ കച്ചവടം നടത്തുന്ന വലിയ റാക്കറ്റ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ച് അവയവദാനത്തിന് വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പിടിയിലായ നജീബ് തമിഴ്നാട്ടിലും അവയവ കച്ചവടം നടത്തിയതായി കണ്ടെത്തൽ. നജീബിൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അവയവം നൽകാമെന്ന് പറഞ്ഞ് നജീബ് നിരവധി പേരിൽ നിന്നും അഡ്വാൻസ് വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. 2 മുതൽ 5 ലക്ഷം രൂപ വരെയാണ് വാങ്ങിയത്. നജീബിൻ്റെ വിദേശത്തുള്ള സഹോദരനെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതല്ല, കിഡ്നി ആവശ്യമുള്ള ആളുകൾ ഇത്തരം ബ്രാക്കറ്റ്സിനെ സമീപിച്ചുകൊണ്ട് അവർ ഓരോ ഇൻഡിവിജ്വൽ കേസുകളാണെങ്കിൽ ആ ഒരു ആംഗിൾ വരില്ല. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിൽ ഇതുപോലെയുള്ള ഒരു കൂടുതൽ ആളുകൾ പല സ്ഥലത്തും വന്നിട്ട് അവരുടെ കിഡ്നി ഇങ്ങനെ വ്യാപകമായി എടുത്ത് കൊടുക്കുന്ന സംവിധാനമുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആംഗിൾ അന്വേഷിക്കും. ഇപ്പോൾ ഇതിൽ കണ്ടെടുത്തുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് ഈ സർജറിയൊക്കെ നടത്തിയിട്ടുള്ളത്. ഇനി വിദേശത്ത് ബന്ധമുണ്ടോ എന്നുള്ളത്, ഈ പ്രതി വലിയൊരു ക്രിമിനലാണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ആംഗിൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ശരി, വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ മുഖ്യപ്രതി നജീബിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നിലവിലെത്തി നിൽക്കുന്നത് രാജ്യാന്തര ബന്ധമുള്ള റാക്കറ്റിലേക്കാണ്. ഇയാളുടെ സഹോദരനുൾപ്പെടെ ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നു, കുടുംബാംഗങ്ങൾക്ക് പങ്കുണ്ടെന്ന് പറയുന്നു. ഈ നജീബിനെ നിയന്ത്രിക്കുന്ന ആ നെറ്റ്വർക്ക് ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നജീബ് ഇതിലൊരു കണ്ണിയാണെന്ന് മാത്രമാണല്ലോ പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ വലിയൊരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ഇവർ ഏതൊക്കെ മേഖലകൾ, അതായത് കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും തട്ടിപ്പ് നടത്തിയതായി പോലീസിൻ്റെ അന്വേഷണത്തിൽ ചില സൂചനകൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര പേർ തട്ടിപ്പിനിരയായിട്ടുണ്ട്? ഏത് രീതിയിലായിരുന്നു തട്ടിപ്പ്? അതോടൊപ്പം ആശുപത്രികൾക്കും ഇതിൽ പങ്കുണ്ടോ? ഏതെങ്കിലും ഉന്നതർക്ക് ഇതിൽ ബന്ധമുണ്ടോ? ഇതിൽ പോലീസ് വ്യാപകമായ ഒരു അന്വേഷണം നടത്തി വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിന് ലഭിച്ച ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന് തുടക്കമിടുന്നത് തന്നെ. പ്രത്യേകിച്ചും ഈ നമ്മളെ സംബന്ധിച്ചിട്ട് അവയവദാനത്തിന് ചില നിയമങ്ങളുണ്ട്. 2 തരം അവയവദാനങ്ങളാണെന്ന് മരണാനന്തര അവയവദാനവും മറ്റ് ജീവിച്ചിരിക്കുമ്പോഴുള്ള അവയവദാനവും. മരണാനന്തര അവയവദാനത്തിന് ബന്ധുക്കളുടെ സമ്മതപത്രം മാത്രം മതി. അതേസമയം ജീവിച്ചിരിക്കുമ്പോൾ അവയവദാനം നൽകുന്നതിൽ അടുത്ത ബന്ധുക്കളായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അത് നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ നിയമമാണ് വയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം വ്യാജരേഖകൾ ഉണ്ടാക്കുകയും ഇത്രയധികം ആളുകളെ ഈ അവയവദാനത്തിന്റെ പറവിൽ അവയവ കച്ചവടത്തിലേക്ക് ഇത്ര ആളുകളെ ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുമെന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ചും അടുത്ത ബന്ധുക്കളാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാജ ആധാർ കാർഡുകൾ, അതുപോലെ MP-മാരുടെയും MLA-മാരുടെയും ഒക്കെ ലെറ്റർ ഹെഡിലൊക്കെ തയ്യാറാക്കിയ ലെറ്ററുകൾ, അതുപോലെ സീലുകൾ, പോലീസ് ഓഫീസേഴ്സിൻ്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുമായി ഉണ്ടാക്കിയ രേഖകൾ തുടങ്ങിയവയൊക്കെ, സാക്ഷ്യപത്രങ്ങൾ അടക്കമുള്ളവയൊക്കെ വ്യാജമായി നിർമ്മിച്ച് നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു അവയവദാനം അവയവ കച്ചവടത്തിന് വഴിമാറുന്നു എന്നുള്ള ഒരു വ്യക്തത പോലീസിന് ലഭിക്കുന്നത്. ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ നിലവിലുള്ള കേസിൽ നിലവിലെ മുഖ്യപ്രതി നജീബിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. നജീബിനെ നമുക്കറിയാം, ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നുമാണ് പോലീസ് പിടികൂടുന്നത്. അതും നജീബിന്റെ കോൾ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുണ്ടായ അന്വേഷണത്തിലാണ് ഗാസിയാബാദിൽ നിന്ന് പിടികൂടുന്നത്. അതായത് നജീബ് ഈ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ള ഒരു ഇത് കേട്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ സൺ ഫോട്ടോസ്റ്റാറ്റ് ഉടമ, അതുപോലെ മറ്റ് സയൻസ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്റ്റുഡിയോയുടെ ജീവനക്കാരൻ തുടങ്ങിയവരൊക്കെ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യത്തിലാണ് നജീബ് കേരളം വിടുന്നത്. മുഖ്യപ്രതി നജീബിലേക്കുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്ന സാഹചര്യത്തിൽ തന്നെ നജീബ് കേരളം വിടുകയും ഉത്തർപ്രദേശിലേക്ക്, പ്രത്യേകിച്ചും ഡൽഹി കേന്ദ്രീകരിച്ച് അതായത് നജീബ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ പോലീസിന് അദ്ദേഹത്തിന്റെ കോൾ ലോഗിൽ നിന്നുമാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയ ചില ഹോട്ടലുകളിലേക്ക് നജീബ് വിളിച്ചുവെന്ന് പോലീസിന് മനസ്സിലാവുന്നതും തുടർന്ന് അവിടെ എത്തിയപ്പോഴേക്ക് നജീബ് അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് ഗാസിയാബാദിൽ ഇദ്ദേഹത്തിന്റെ ഒരു അടുത്ത ബന്ധുവിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നു. അതിലേക്ക് നിരവധി തവണ വിളിച്ചതായിട്ട് പോലീസ് കണ്ടെത്തുകയും അങ്ങനെയാണ് ഗാസിയാബാദിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ നിന്നും നജീബിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് അത്രയും ജാഗ്രത
ജാഗ്രത പോലീസ് ഈ വിഷയത്തിൽ കാണിക്കുന്നുണ്ട്. 25-ൽ അധികം ആളുകളെ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്, ദാതാക്കളെ കണ്ടെത്തിയിട്ടുണ്ട്, അവരുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് റൂറൽ SP വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്, അതായത് എറണാകുളം സിറ്റി പോലീസും എറണാകുളം റൂറൽ പോലീസും നജീബിനെ സെപ്പറേറ്റ് ചോദ്യം ചെയ്യുകയും അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ചും അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നജീബിന്റെ വിദേശ ബന്ധവും ഇതിനകം ആയിട്ടുണ്ട്. നജീബ് അതുപോലെ തമിഴ്നാട്ടിൽ നജീബ് നിരവധി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, നിരവധി അവയവദാതാക്കളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് നജീബ് എന്ന് പറയുന്നത് കേസിലെ ഒരു കണ്ണി മാത്രമാണെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇതിന് പിന്നിൽ വലിയ ശൃംഖലയാണ് നജീബ് നയിക്കുന്നത്. അല്ലെ, ആ ശൃംഖലയുടെ ഒരറ്റം മാത്രമാണ് നജീബ് എന്നുള്ള വ്യക്തതയാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നജീബിന്റെ വിദേശത്തുള്ള സഹോദരന്റെ വിവരങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നജീബ് ഇതിനകം വാങ്ങിച്ചു കൂട്ടിയ സ്വത്തുക്കളുടെ വിവരം, അതുപോലെ നിരവധി സ്ഥലങ്ങളാണ് നജീബ് ഇതിനകം ഈ ഒരു കാലഘട്ടത്തിൽ വാങ്ങിച്ചു കൂട്ടിയതാണ് വ്യക്തമാകുന്നത്. നജീബിന്റെ അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും മനുഷ്യക്കടത്ത് ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന കൂടി പോലീസ് ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത് വ്യാജരേഖ ചമയ്ക്കൽ, അതായത് അവയവദാനം എന്നുള്ളത് അവയവ കച്ചവടത്തിലേക്ക് വഴിമാറ്റാൻ വേണ്ടി വ്യാജരേഖ. നമുക്കറിയാം, പ്രത്യേകിച്ചും ഇറാനിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ ഈ അവയവ കച്ചവടം നടത്താൻ കഴിയുന്നൊരു രാജ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ഈ അവയവ കച്ചവടത്തിൻ്റെ ഭാഗമായി മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള സൂചനകളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുള്ളത്, അത്തരം വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു കേസിന് പിന്നിൽ മറ്റു പല തലങ്ങളുണ്ട്. അതായത് ഇത് വ്യാജരേഖ ചമയ്ക്കൽ, മറ്റ് ജനപ്രതിനിധികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ലെറ്റർ പാഡ് തയ്യാറാക്കി അവിടെ വ്യാജമായവരുടെ സീലുകൾ നിർമ്മിച്ച് അങ്ങനെ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളൊരു സംഭവം കൂടിയാണിത്. മാത്രമല്ല, എത്ര പേർ ഈ നജീബിൻ്റെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ടോ? എത്ര പേർ ഈ അവയവം ദാനം ചെയ്തു, അതായത് നിയമവിരുദ്ധമായ അവയവം ദാനം ചെയ്തു എന്ന ഒരു കൃത്യമായ കണ്ടെത്തൽ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? പലരും, എനിക്ക് തോന്നുന്നു, ഈ നിയമക്കുരുക്കുള്ളത് കൊണ്ട് തന്നെ പലരും പുറത്തു പറയാൻ തയ്യാറാകില്ല, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല, പോലീസിൽ പരാതിപ്പെടുന്നില്ല. ഇതിൻ്റെ മറവിൽ സാമ്പത്തിക ചൂഷണത്തിന് പോലും പലരും ഇരയായിട്ടുണ്ട് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ടോം, 25-ലധികം ദാതാക്കളെയും സ്വീകർത്താക്കളെയും കണ്ടെത്തി എന്ന് തന്നെയാണ് റൂറൽ SP അല്പം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണ്, അതിൽ തുടർന്നുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. സ്വകാര്യ ആശുപത്രിയിലെ ചില ഡോക്ടർമാരെ ബന്ധപ്പെട്ടും ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ പലതും ഇത്തരത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ശസ്ത്രക്രിയയിൽ ഏറെയും നടന്നിട്ടുള്ളത് കേരളത്തിലെ ആശുപത്രികളിലാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതൊരു ചെറിയ മാഫിയല്ല, അല്ലെങ്കിൽ നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് മാത്രമല്ല ഈ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി ഒടുങ്ങുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട് പോലീസിന്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് SP K സുദർശൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അങ്ങനെയാണ്, വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് പ്രതീക്ഷിക്കാം. കൂടുതൽ പേരെ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ ഈ പറയുന്നത് പോലെ ആലുവ റൂറൽ SP അടക്കമുള്ള ടീമുകൾ, അല്ലെങ്കിൽ എറണാകുളം റൂറൽ പോലീസും എറണാകുളം സിറ്റി പോലീസും നജീബിനെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന തലത്തിൽ ഇതിനകം SIT രൂപീകരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ചില മെഡിക്കൽ അതായത് ടെക്നീഷ്യന്മാരുടെ സഹായം കൂടി പോലീസ് ഈ വിഷയത്തിൽ തേടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതികത വ്യക്തമാക്കാൻ വേണ്ടി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ സ്റ്റേറ്റ് അതോറിറ്റിയാണ് ഇത് കൺഫേം ചെയ്യേണ്ടത്. അതായത് ഈ അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള ഓതറൈസേഷൻ നൽകേണ്ട സ്റ്റേറ്റ് അതോറിറ്റിയാണ്. സ്റ്റേറ്റ് അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ടൊരു സംശയം വന്നപ്പോൾ ഈ ലാബിലേക്ക് വിളിക്കുകയാണ്. അതായത് ഈ രേഖയിൽ നൽകിയിരിക്കുന്ന ഒരു ലാബിലേക്ക് വിളിക്കുകയാണ്. പലതിലും അതുപോലെ കൗണ്ടർ സീൽ വെക്കണം, അങ്ങനത്തെ രേഖകളില്ല, സീലുകളില്ല. ഈ രേഖയിൽ കണ്ട ഒരു മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുമ്പോഴാണ് പറയുന്നത് ഇത് ലാബല്ല, ഇതൊരു ഫോട്ടോസ്റ്റാറ്റ് സെന്റർ ആണ് എന്നുള്ളത്. അവിടെ നിന്നാണ് ഇതിൽ നിന്നും സംശയം തുടങ്ങുന്നതും. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവയവദാനം നൽകിയിരിക്കുന്ന, ദാനത്തിനുള്ള സമ്മതപത്രം നൽകിയിരിക്കുന്ന ആൾക്കാരുടെ
ഡീറ്റെയിൽസ് പോലീസ് എടുക്കുന്നതും അവരെ ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുമ്പോഴുമാണ് ഇത്തരത്തിൽ വൻതുക ഓഫർ ചെയ്ത ശേഷം, അതായത് പാവപ്പെട്ട കുടുംബങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി അപ്പോൾ അടിയന്തരമായി പണം ആവശ്യമുള്ള കുടുംബങ്ങളിലെ ആളുകളെ, പ്രത്യേകിച്ചും സ്ത്രീകളെ ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻവാസ് ചെയ്ത് ഈ കെണിയിൽപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് ഇവർ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ നടത്തിയ, അതായത് വൻ തുക ഓഫർ ചെയ്ത ശേഷം ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആ പണം നൽകാതിരിക്കുകയും, അതായത് 20 ലക്ഷം രൂപ ഓഫർ ചെയ്ത പലർക്കും 9 ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത്. ബാക്കി പണം ഈ നജീബ് വാങ്ങിയെടുക്കുകയായിരുന്നു എന്ന് മറ്റൊരു പരാതി കൂടി നജീബിനെ പറ്റിയുള്ളത് ഈ ദാതാക്കളിൽ നിന്ന് മാത്രമല്ല സ്വീകർത്താക്കളിൽ നിന്നും, അതായത് അവയവം എത്തിക്കാം എന്ന് പറഞ്ഞ് പണം വാങ്ങിയ ശേഷം നജീബ് തിരിഞ്ഞു നോക്കാതിരിക്കുന്ന അല്ലെങ്കിൽ പണവുമായി മുങ്ങുന്ന സാഹചര്യത്തിൽ പലരിൽ നിന്നും 2 മുതൽ 5 ലക്ഷം രൂപ വരെ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. അത്തരത്തിലുള്ള തട്ടിപ്പും നജീബ് ഇതിനകം നടത്തിയിട്ടുണ്ട്. എന്തായാലും ചെറിയ ശൃംഖലയൊന്നുമല്ല ടോം ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ള കാര്യമാണ് പോലീസിന് വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഒരു പക്ഷേ പോലീസ് പുറത്തുവിട്ടേക്കാം. അതിലൊരു പക്ഷേ സ്വകാര്യ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പല വിവരങ്ങളും കാണുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. സ്വകാര്യ സൂചിപ്പിച്ചതനുസരിച്ച് നിരവധി പേർ ഈ തട്ടിപ്പിന്, ഈ നജീബ് ഉൾപ്പെടെയുള്ളവരുടെ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ട്. അതിൽ സ്വീകർത്താക്കളുണ്ട്, അവയവം ദാനം ചെയ്തവരുണ്ട്. പലരും ഈ ജീവിതത്തിലെ നിസ്സഹായത കാരണം സാമ്പത്തിക പ്രതിസന്ധി, കടബാധ്യത കാരണം സ്വന്തം അവയവം വിറ്റ് ആ കടം വീട്ടാനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരം ശ്രമം നടത്തിയവരാണ്. അങ്ങനെ ഇരകളാകപ്പെട്ടവരുണ്ട്. അതായത് നിസ്സഹായത, ആ നിസ്സഹായത മുതലെടുത്താണ് ഈ നജീബിനെ പോലെയുള്ളവർ പാവപ്പെട്ട മനുഷ്യരെ വേട്ടയാടുന്നത്. ഈ എറണാകുളം വടക്കേക്കരയിൽ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വടക്കേക്കരയിൽ ഒരു വീട്ടമ്മ സമാനമായ രീതിയിലൊരു തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. നമ്മൾ മാധ്യമങ്ങൾ ആ വീട്ടമ്മയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ പോലീസിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല, മാധ്യമങ്ങളോട് പറയുന്നില്ല. പക്ഷെ വലിയ രീതിയിൽ ഒരു സാമ്പത്തിക ചൂഷണത്തിന് അവർ ഇര ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ അവയവം ദാനം ചെയ്തു, പക്ഷേ അവർ ഓഫർ ചെയ്ത ഒരു തുക നൽകിയില്ല, നിസ്സാര തുക നൽകി അവരെ കബളിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് നിയമപരമായി അവർ മുന്നോട്ട് പോകാൻ തയ്യാറായപ്പോഴാണ് മനസ്സിലായത് അവിടെ അവർക്കെതിരെയും ഒരു നിയമക്കുരുക്കുണ്ട്. അവരും ആ കേസിൽ അങ്ങനെ പരാതിയുമായി മുന്നോട്ട് പോയാൽ നിയമവിരുദ്ധമായി അവയവം ദാനം ചെയ്തതിൽ അവരും പ്രതിപ്പട്ടികയിലേക്ക് വന്നേക്കാമെന്ന്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാമല്ലേ ആ വീട്ടമ്മ പരാതി നൽകാത്തത്, പ്രതികരിക്കാത്തത്. ഇതുപോലെ നിരവധി പേർ പരാതി നൽകാതെ, ആരോടും പറയാതെ ഇങ്ങനെ സത്യം ഈ ഒരു പ്രശ്നങ്ങൾ കാരണം, ഈ നിയമക്കുരുക്ക് കാരണം മൂടിവെക്കുന്നുണ്ടാകാമല്ലേ ആജ്ഞ? തീർച്ചയായിട്ടും ഇങ്ങനെ അടുത്ത ബന്ധുക്കൾക്കാണ് അവയവം ദാനം നൽകാൻ കഴിയുക എന്നുള്ള നിയമം നിൽക്കുന്നതാണ്. ആ ഒരു ലൂപ്പ് ഹോളാണ് ഈ വലിയ മാഫിയയ്ക്ക് വളരാനുള്ള ഇടം കൊടുത്തത് എന്നുള്ള ഒരു നിരീക്ഷണം കൂടിയുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് വടക്കേക്കര സ്വദേശിനിയായ ലേഡി നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നതാണ്. അവർ മാധ്യമങ്ങളോട് സംസാരിക്കില്ല എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കാത്തത് ഒരു പക്ഷേ ടോം പറഞ്ഞതുപോലെ ഈ ഒരു സൂചകം കൂടി അതിനകത്തുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു പ്രത്യേകിച്ചും ഈ കേസിലെ പ്രതി കൂടിയാകുന്ന, അതായത് അവയവം വിൽക്കുന്നതും വാങ്ങുന്നതും ഒരുപോലെ തന്നെ കുറ്റകൃത്യമാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒരുപക്ഷെ പ്രതിപട്ടികയിലേക്ക് വന്നേക്കാം. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം അവർ കൂടുതൽ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളിലേക്ക് അവർ നീങ്ങാത്തതെന്ന് വേണം പറയാൻ. അവരും കബളിപ്പിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. കാരണം 20 ലക്ഷം രൂപയാണ് അവർക്ക് ഓഫർ ചെയ്തത്, പക്ഷെ 9 ലക്ഷം രൂപയാണ് അവർക്ക് നൽകിയത്. പക്ഷേ ഇത് കൃത്യമായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവര് സ്റ്റേറ്റ് അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അവയവം ദാനം ചെയ്യാനുള്ള അവർക്ക് നൽകുന്ന കൺസെന്റ് സ്റ്റേറ്റ് അതോറിറ്റി ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ തള്ളുകയുണ്ടായി. തുടർന്ന് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി വീണ്ടും അത് പരിശോധിക്കാൻ പറയുകയും ചെയ്യുന്നു. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ അത് വീണ്ടും തള്ളുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് ഇവർ മലപ്പുറത്തുള്ള ആർക്കോ അവയവം വിറ്റു എന്ന ഒരു ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നതും അങ്ങനെയെങ്കിൽ ഇവരുടെ കയ്യിൽ പണമുണ്ടാകും എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവരെ വീട് സെർച്ച് ചെയ്യുന്നതും പരിശോധനയ്ക്കിടയിൽ ഇവർക്ക് 9 ലക്ഷം രൂപ കിട്ടി എന്നുള്ള വിവരവും പോലീസിന് വ്യക്തമാകുന്നതും അങ്ങനെയാണ് ഇവരിൽ നിന്ന് ഈ ഒരു അന്വേഷണം വരുന്നത് തന്നെ ഇത്തരത്തിൽ ഇവര് അവയവം വിറ്റു എന്നുള്ള ഒരു ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഒരു അന്വേഷണം വന്നത്. അതുകൊണ്ട് തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അവരും ദാനം നൽകിയവരാണ്, അവയവം ദാനം നൽകിയവരാണ്. അത് ദാനമല്ല കച്ചവടമാണ് എന്നുള്ള ഒരു തരത്തിലേക്ക് വരുമ്പോൾ അത് അവരും പ്രതിപട്ടികയിലേക്ക് വരുന്ന
ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം പല ഇരകളും ഇക്കാര്യവും അതും ഇവര് മുതലെടുക്കുന്നില്ലേ എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ്. പ്രത്യേകിച്ചും അവയവം വിറ്റു അത് കബളിപ്പിക്കപ്പെട്ടാൽ തന്നെ ഇപ്പം 20 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞു 9 ലക്ഷം രൂപ നൽകിയാൽ തന്നെയും ആരോട് പരാതി പറയുമെന്നുള്ള ഒരു സാധ്യത ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ്, പരാതിപ്പെടാനുള്ള ഒരു ഇടമില്ല എന്നുള്ളത് ഒരു സാഹചര്യം ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ് ഈ ആളുകൾ അല്ലെങ്കിൽ ഈ മാഫിയ, ഈ നെറ്റ്വർക്ക് ഇങ്ങനെ ഈ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് പോകുന്നതെന്നുള്ള നിരീക്ഷണങ്ങളും വന്നിട്ടുണ്ട്. എന്തായാലും ഈ അവയവം ദാനം ചെയ്യുന്നത് അതിന് പകരം അവയവ കച്ചവടം നമ്മുടെ നിയമത്തെ സംബന്ധിച്ച്, രാജ്യത്തെ നിയമത്തെ സംബന്ധിച്ചിട്ട് കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരു പണിഷബിൾ ഒഫൻസുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സ്വീകർത്താവായാലും വാങ്ങുന്ന ആളായാലും വിൽക്കുന്ന ആളായാലും അത് കുറ്റകൃത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇരകൾ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് പറയുകയോ അതല്ലെങ്കിൽ തങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി നജീബ് രക്ഷപ്പെട്ടു എന്ന് സ്വീകർത്താക്കൾക്ക് പറയാൻ കഴിയാത്ത ആ ഒരു സ്പേസ് കൂടി ഇല്ല എന്നുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്രയും വലിയ ഒരു നെറ്റ്വർക്ക്, ഇത്രയും വലിയൊരു മാഫിയയ്ക്ക് വളരാനുള്ള ഒരു ഇടം കൂടി ആയിത്തീരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ വലിയ കണ്ണികളിലേക്ക്, വലിയ ആളുകളിലേക്കൊക്കെ ഈ അന്വേഷണം എത്തിയേക്കാം. എന്തായാലും നജീബിനെ കേന്ദ്രീകരിച്ചതിന്, നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടുകൂടി വിഷയത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി സംസ്ഥാനത്ത് ഇതിനെ വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അവയവദാന കടത്ത് കേസിലെ മുഖ്യപ്രതി നജീബിനെ കേന്ദ്രീകരിച്ച് നജീബിന്റെ ബന്ധങ്ങൾ, സാമ്പത്തിക ഉറവിടങ്ങൾ ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചാ വിവരം പുറത്തുവന്നതിന് പിന്നാലെ മെയ് 3 നടന്ന വിവാദ നീറ്റ് പരീക്ഷ റദ്ദാക്കി. ചോദ്യപേപ്പർ ചോർച്ച ആരോപണത്തെ തുടർന്നാണ് നടപടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എക്സ് വഴിയാണ് വിവരം പങ്കുവച്ചത്. പരീക്ഷ വീണ്ടും നടത്താനാണ് തീരുമാനം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ചോദ്യപേപ്പർ ചോർച്ച CBI അന്വേഷിച്ചേക്കുമെന്നാണ് വിവരം. രാജസ്ഥാനിൽ 45 പേർ ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായതായും സൂചനയുണ്ട്. അജയ് സുധാ ബിജു ചേരുന്നു വിവരങ്ങളുമായി. അജയ്, വലിയ സ്വപ്നങ്ങൾ, മെഡിക്കൽ സ്വപ്നങ്ങളുമായി നിൽക്കുന്ന കുട്ടികൾ, ദീർഘനാളായി ഇതിനുവേണ്ടി പരിശീലിക്കുന്ന കുട്ടികൾ, അവരെയൊക്കെ ചതിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ചോദ്യപേപ്പർ ചോർച്ച, ഇതിന് പിന്നിൽ ഒരു വലിയ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ രാജസ്ഥാൻ കേന്ദ്രീകരിച്ചാണോ ഈ രീതിയിൽ ഈ പരീക്ഷാ പേപ്പർ, ഈ ചോദ്യപേപ്പർ ചോർന്നത്? ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വിവരങ്ങൾ? എങ്ങനെയാണ് അന്വേഷണം? CBI അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ടോ? ടോം, നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. 2014 സമാനമായിട്ടുള്ള രീതിയിൽ ചോദ്യപേപ്പർ ചോർച്ച ആരോപണങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്ന് ഗ്രേസ് മാർക്ക് വിവാദങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് ഈ ഗ്രേസ് മാർക്ക് വിവാദത്തിൽ പിന്നീട് ഗ്രേസ് മാർക്ക് നൽകിയ ചില കുട്ടികൾക്ക് റീടെസ്റ്റ് നടത്തുന്ന ഒരു നടപടി പിന്നീട് കടുത്ത സമ്മർദ്ദത്തെയും പ്രതിഷേധത്തെയും തുടർന്ന് സർക്കാരിന് എടുക്കേണ്ടി വന്നു. പക്ഷേ പരീക്ഷ റദ്ദാക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് അന്ന് പോയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നീറ്റ് എക്സാമിന്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ എക്സാം പൂർണ്ണമായി രാജ്യവ്യാപകമായി റദ്ദാക്കുന്ന ഒരു നടപടിയിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കടന്നിരിക്കുകയാണ്. ഈ 22 ലക്ഷം കുട്ടികളാണ് ഈ മെയ് 3 പരീക്ഷ എഴുതിയത്. ഇപ്പോൾ പരീക്ഷ റദ്ദാക്കി പുതുക്കിയ തീയതി നിലവിൽ അറിയിച്ചിട്ടില്ല. അത് ഉടൻ തന്നെ പുതുക്കിയ തീയതി പുറത്തുവിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഇത് കാരണം പുതുതായി രജിസ്റ്റർ ചെയ്യേണ്ടിയൊന്നും വരില്ല. പഴയ രജിസ്ട്രേഷൻ തന്നെ മതിയാകും എന്നാണ് NTA വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ കൂടുതൽ എക്സാം ഫീസ് നൽകേണ്ട ആവശ്യമില്ല. പഴയ എക്സാം ഫീസ് റീഫണ്ട് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ പഴയ അതേ എക്സാമിനേഷൻ സെൻറ്ററിൽ വെച്ച് തന്നെ പരീക്ഷ നടക്കുമെന്നും NTA അറിയിച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പിന്നാലെ പുറത്തുവിടുമെന്നാണ് അറിയിപ്പുള്ളത്. ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചത്. ഈ പരീക്ഷ നടക്കുന്നതിന് 42 മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ രാജസ്ഥാനിൽ നിന്ന് പിന്നീട് പോലീസിന്റെ അന്വേഷണം കേരളത്തിലേക്ക് ഉൾപ്പെടെ നീണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരാൾ ഈ രാജസ്ഥാനിലുള്ള തൻ്റെ കൂട്ടാളിക്ക് ഈ ചോദ്യപേപ്പറിന്റെ ഒരു കോപ്പി, അതായത് കൈകൊണ്ട് എഴുതിയ ഒരു കോപ്പി അയച്ചു കൊടുക്കുകയായിരുന്നു. ഈ രാജസ്ഥാനിൽ നിന്നുള്ള വ്യക്തിയിൽ നിന്ന് ഇത് മറ്റൊരു PG നടത്തിപ്പുകാരൻ്റെ കയ്യിലെത്തി, ഒരു പേയിങ് ഗസ്റ്റ്
നടത്തിപ്പുകാരൻ്റെ കയ്യിലെത്തി. ഇയാൾ വഴിയാണ് പിന്നീട് വിവിധ സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ മറ്റ് ഏജന്റുമാർക്കും ഈ പരീക്ഷാ പേപ്പർ ചോർന്നതെന്നാണ് നിലവിൽ പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത്. ഈ 42 മണിക്കൂറുകൾക്ക് മുൻപേ ചോദ്യപേപ്പർ ചോർന്നപ്പോൾ 2 ദിവസങ്ങൾക്ക് മുൻപേ വരെ വിവിധ വിദ്യാർത്ഥികളിൽ നിന്ന് ഏതാണ്ട് 3 ലക്ഷം രൂപ വരെ ഈടാക്കിയിട്ടാണ് ഈ ചോദ്യപേപ്പർ വിറ്റിരുന്നത്. അതിനുശേഷം എക്സാമിൻ്റെ തൊട്ട് തലേന്ന് വരെ ഏതാണ്ട് 30,000 രൂപയും വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങിച്ചു. 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 2 ദിവസം മുൻപ് വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സാമിൻ്റെ തലേന്ന് ചോദ്യപേപ്പർ വിൽക്കാനായിട്ട് 50,000 രൂപ തുക ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ വിലയിരുത്തുമ്പോൾ ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാകും. ഈ മൊത്തം പരീക്ഷയിൽ ഏതാണ്ട് 600 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോർന്നിട്ടുള്ളത്. മൊത്തം 410 ചോദ്യങ്ങളാണ് ഈ നീറ്റ് എക്സാമിൽ ഉണ്ടായിരിക്കുക. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബോട്ടണി, സുവോളജി എന്നീ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ചോർന്നിട്ടുള്ളത്. ഈ വിഭാഗങ്ങളിൽ ഓരോ വിഷയത്തിനും 45 ചോദ്യങ്ങൾ എന്നുള്ള കണക്കിൽ 180 ചോദ്യങ്ങൾ ഉണ്ടാകും. ഈ 180 ചോദ്യങ്ങളിലെ 135 ചോദ്യങ്ങൾ ചോർന്നതായിട്ടാണ് നിലവിൽ ആരോപണമുള്ളത്. ഈ 135 ചോദ്യങ്ങൾ തന്നെ ഏതാണ്ട് 600 മാർക്കിനുള്ള ഒരു ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇത്ര ഒരു വലിയ വ്യാപ്തി ഈ ചോദ്യപേപ്പർ ചോർന്ന ഈ സംഭവത്തിനുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചതോടെയാണ് NTA ഔദ്യോഗികമായി തന്നെ ഈ പരീക്ഷ റദ്ദാക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. രാജസ്ഥാൻ പോലീസാണ് പ്രാഥമികമായിട്ട് ഈ കേസിന്റെ അന്വേഷണം നടത്തിയത്. ഇപ്പോൾ നിലവിൽ 45 പേർ പോലീസിന്റെ പിടിയിലുണ്ട് എന്നാണ് വിവരമുള്ളത്. കേസ് നിലവിൽ CBIക്ക് കൈമാറിയിട്ടുണ്ട്. ഈ പരീക്ഷ റദ്ദാക്കിയ വിവരം അറിയിച്ചുകൊണ്ട് NTA പുറപ്പെടുവിച്ച ഉത്തരവിൽ തന്നെയാണ് ഈ കേസ് CBIക്ക് കൈമാറുന്നതായിട്ടുള്ള വിവരം കൂടി അറിയിച്ചിട്ടുള്ളത്. CBI അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും എന്നാണ് വിവരമുള്ളത്. ഈ കേരളത്തിലേക്ക് നേരത്തെ രാജസ്ഥാൻ പോലീസിന്റെ അന്വേഷണം നീണ്ടിരുന്നു. ഈ കേരളത്തിൽ എവിടെ വെച്ചാണ് ഈ പരീക്ഷാ പേപ്പർ അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നുള്ളതുൾപ്പെടെ അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ഈ വാട്സപ്പ് വഴിയും പിന്നെ ഇൻസ്റ്റാഗ്രാം വഴിയും ഉൾപ്പെടെ ഉള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഈ ചോദ്യപേപ്പർ ചോർന്നിട്ടുള്ളത്. അപ്പോൾ ഈ വാട്സപ്പ് വഴി ആദ്യം കണ്ടെത്തിയ ഈ പകർപ്പിൽ ഈ കൈകൊണ്ടെഴുതിയ ചില ചോദ്യങ്ങളാണ് ഈ മറ്റ് കുട്ടികൾക്ക് ലഭിച്ചത്. അപ്പോൾ ഈ കൈകൊണ്ടെഴുതിയ ചോദ്യങ്ങൾ ചോർന്നത് കാരണം തന്നെ പ്രിന്റിംഗ് പ്രസ് വഴിയാണോ? അജയ്, ഇത് വാട്സപ്പ് വഴിയാണ് ചോർന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് പലയിടങ്ങളിലേക്കും ഈ ചോദ്യപേപ്പർ അല്ലെങ്കിൽ ചോദ്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കേരള, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഈ ചോദ്യങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെ മേഖലകളിലാണ്? അതായത് ഇതിന് പിന്നിൽ സ്വാഭാവികമായും ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഈ കേരളത്തിലുള്ളവർക്ക്, മലയാളികൾക്കും ഇതിൽ പങ്കുണ്ടോ? നിലവിൽ ഏകദേശം നിരവധി ആളുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിലെ വിവിധ മേഖലയിലുള്ളവർ, ഉത്തരാഖണ്ഡിലുള്ളവരെയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കും ഇതിൽ പങ്കുണ്ടോ? എങ്ങനെയാണ് അന്വേഷണം നീങ്ങുന്നത്? ഇപ്പോൾ പുതുതായിട്ട് 12 പേരെ കൂടി ചോദ്യം ചെയ്തതായിട്ടുള്ള വിവരങ്ങളുണ്ട്. രാജസ്ഥാനിൽ നിന്നാണ് ഈ കസ്റ്റഡിയിലെടുത്ത 45 പേരുമുള്ളത്. കേരളത്തിൽ നിന്ന് ഇതുവരെ ആരും കസ്റ്റഡിയിലായിട്ടില്ല എന്നാണ് വിവരമുള്ളത്. ഇനി കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇനി മറ്റ് ഇതിൻ്റെ നെറ്റ്വർക്ക് അതുപോലെ മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ ഇനി പുറത്തു വരികയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആദ്യം ഇത് ഈ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കൈകൊണ്ടെഴുതിയ ഈ ചോദ്യപേപ്പറിൻ്റെ പകർപ്പാണ്. അതുകൊണ്ട് പ്രിന്റിംഗ് പ്രസ് വഴിയാണോ ഈ ചോർച്ച നടന്നത് എന്നുള്ള സംശയം പോലീസിന് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ എക്സാം പേപ്പർ അത് പ്രിന്റ് ചെയ്യാൻ കൊടുത്ത ഏജൻസി അപ്പോൾ അതുവഴിയെല്ലാം അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയായിരുന്നു പോലീസ്. ഇനിയിപ്പോൾ കേസിന്റെ എല്ലാ നടപടിക്രമങ്ങളും കൈകാര്യം ചെയ്യാൻ പോകുന്നത് CBI ആയിരിക്കും. അപ്പോൾ CBI വഴി ഇനി കൂടുതൽ കാര്യങ്ങൾ വെളിച്ചത്ത് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമ്മൾ 2024 സമാനമായിട്ടുള്ള രീതിയിൽ ചോദ്യപേപ്പർ ചോർന്ന ആ ഒരു വിഷയം പരിശോധിക്കുകയാണെങ്കിൽ അന്ന് ബീഹാറിലാണ് ചോദ്യപേപ്പർ ചോർച്ച ആരോപണം ഉണ്ടായത്. അന്ന് ഏതാണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് 50 ലക്ഷം രൂപ വരെ ഈടാക്കി ഈ ചോദ്യപേപ്പർ മറ്റ് വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് വലിയ ആരോപണങ്ങൾ തന്നെ വന്നിരുന്നു. നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു. പക്ഷേ അന്ന് ഈ എക്സാം റദ്ദാക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കൊന്നും കടന്നിരുന്നില്ല. പക്ഷേ ഇപ്പോഴുള്ളത് നിരവധി സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് വലിയ രീതിയിൽ ഈ ചോദ്യപേപ്പർ ഒരു
നിരവധി പേർക്ക് ലഭിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ കണക്കാക്കി തന്നെയാണ് നിലവിൽ NTA ഈ പരീക്ഷ റദ്ദാക്കിയിട്ടുള്ളത്. ഇനി അടുത്ത പരീക്ഷ എന്ന് നടക്കും എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ അവർ അറിയിച്ചിട്ടില്ല. ഇപ്പോഴും വിദ്യാർത്ഥികളുടെ എന്തായാലും അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഈ പരീക്ഷ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നാലെയാണ് പരീക്ഷ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പുതിയ തീയതി പ്രഖ്യാപിക്കും. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ഏറ്റെടുത്തേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തൊഴിൽ പീഡന പരാതി ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത അമ്മ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ തുടങ്ങി. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനുമടക്കം പങ്കെടുക്കുന്നുണ്ട്. ആരോപണ വിധേയനായ ഉണ്ണി ശിവപാൽ ഓൺലൈനായി പങ്കെടുക്കും. ജീവനക്കാരിക്ക് പുറമെ ഒരാൾ കൂടി തൊഴിൽ പീഡനം ആരോപിച്ച് രംഗത്തെത്തി. ശമ്പളം തടഞ്ഞു എന്നാരോപിച്ചാണ് അമ്മ ഓഫീസിലെ മുൻ ജീവനക്കാരൻ അപ്പു നോർത്ത് പോലീസിന് പരാതി നൽകിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വന്നതിന് പിന്നാലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ കരുതിയതാണ്. അതായത് സ്ത്രീകൾ തൊഴിലിടത്ത് നേരിടുന്ന ചൂഷണങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അറുതി ഉണ്ടാകുമെന്ന്. പക്ഷേ ഇന്നലെ ഒരു യുവതി, അതായത് ഫ്രണ്ട് ഓഫീസിലെ ജീവനക്കാരിയായിട്ടുള്ള യുവതി പരാതി നൽകുന്നു. ഇന്നൊരു അപ്പു എന്ന ജീവനക്കാരൻ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നു. അതിനിടെയാണ് യോഗ. അതായത് നേരത്തെ ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും അത് കാര്യമായി ഗൗനിച്ചില്ല എന്ന് ഇന്നലെ യുവതി പരാതി നൽകിയ ആക്ഷേപം ഉന്നയിച്ചതാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? അമ്മ യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമോ? ടോം, ഇന്നലെ ആയിരുന്നു അതുല്യ എന്ന ഫ്രണ്ട് ഓഫീസിലെ ജീവനക്കാരെ പരാതി നൽകിയത്. പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനുശേഷം തന്റെ പക്കലുള്ള തെളിവുകളെല്ലാം തന്നെ പോലീസിനെ കാണിച്ചിട്ടുണ്ടെന്നാണ് നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ സംഘത്തെ കണ്ടതിന് ശേഷം യുവതി മാധ്യമങ്ങളോടായി പ്രതികരിച്ചത്. പക്ഷേ പോലീസ് അതിൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഉടനെ തന്നെ അന്വേഷണം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് അതായത് ഈ അതുല്യയ്ക്ക് മുൻപ് ആ ഫ്രണ്ട് ഓഫീസിൽ ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന അപ്പു പരാതി നൽകിയിരിക്കുന്നത്. നോർത്ത് പോലീസിൽ തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് തന്റെ ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ പരാതിക്കാർ ആരോപണ വിധേയരായിട്ടുള്ളത് ഇവർ രണ്ടുപേരും തന്നെയാണ്. ട്രഷറായിട്ടുള്ള ഉണ്ണി ശിവപാലും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനും. ഇവർക്കെതിരെ തന്നെയാണ് അപ്പു പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് പ്രകാരം 8 മാസമായി താൻ അവിടെ ജോലി ചെയ്യുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ തന്നെ യാതൊരു കാരണവും കൂടാതെ പിരിച്ചുവിടുന്നു. വലിയ മാനസിക സമ്മർദ്ദമാണ് ഈ ജോലിയിടത്ത് ഉള്ളത്. ഇരുവരും ചേർന്ന് തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നാണ് അപ്പുവിന്റെ പരാതിയിലുമുള്ളത്. അതിനുശേഷമാണ് അതുല്യെ ആ പോസ്റ്റിലേക്ക് പിന്നീട് നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സമാനമായ ആരോപണം തന്നെയാണ് അതുല്യയും ഉന്നയിക്കുന്നത്. എന്തായാലും ഈ 2 പരാതികൾ നോർത്ത് പോലീസിന്റെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അമ്മ ഓഫീസിൽ ഇന്ന് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. രാവിലെ തന്നെ കുക്കു പരമേശ്വരൻ എത്തിയിരുന്നു. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ എത്തിയിരുന്നു. 11 മണിയോടുകൂടിയാണ് ശ്വേതാ മേനോനും എത്തിയത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ എത്തി മീറ്റിംഗ് ആരംഭിച്ചു. അതിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ വിഷയമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 ജീവനക്കാരും ആരോപണം ഉന്നയിക്കുന്നത്, പരാതി നൽകുന്നത് എന്നായിരിക്കും പ്രസിഡന്റ് പ്രധാനമായും അന്വേഷിക്കുക. ഒപ്പം ഉണ്ണി ശിവപാൽ വിദേശത്തായതിനാൽ ഓൺലൈനിലൂടെയായിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മറ്റൊരു, അതായത് അപ്പു എന്ന ഒരു മുൻ ജീവനക്കാരൻ കൂടി പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് ആ പരാതിയിൽ പറയുന്നത്? അപ്പുവിൻ്റെ പരാതിയിൽ എന്താണ് പറയുന്നത്? സമാനമായ രീതിയിൽ തന്നെയുള്ള തൊഴിൽ ചൂഷണമാണോ? അതായത് ഒരു അടിമയെ പോലെയാണ് അമ്മയിലെ ഭാരവാഹികൾ, പ്രത്യേകിച്ചും ഉണ്ണി ശിവപാൽ, അമ്മയുടെ ട്രഷറർ, അതോടൊപ്പം കുക്കു പരമേശ്വർ ഉൾപ്പെടെയുള്ളവർ പെരുമാറുന്നത് എന്ന രീതിയിലുള്ളൊരു ആക്ഷേപം ഇന്നലെ ഉയർന്നു വന്നതാണ്. അപ്പുവിൻ്റെ പരാതിയിൽ എന്താണ് പറയുന്നത്? അപ്പുവിന്റെ പരാതിയിൽ പ്രധാനമായും പറയുന്നത് തന്റെ ശമ്പളം തടഞ്ഞു വെച്ചു എന്നുള്ളതാണ്. അകാരണമായി തടഞ്ഞു വെച്ചു. 8 മാസമായി അമ്മ ഫ്രണ്ട് ഓഫീസിലെ ജീവനക്കാരനായി ജോലി ചെയ്യുകയാണ്. തന്റെ ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഉണ്ണി ശിവപാലിൽ നിന്നും വളരെ മോശമായിട്ടുള്ള രീതിയിലെ പെരുമാറ്റമാണ് പലപ്പോഴും നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതിൽ കുക്കു പരമേശ്വരൻ അത് ഒത്താശ ചെയ്യുന്നു. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കുക്കു പരമേശ്വരനോട് ഇത് പരാതി പറയുമ്പോൾ ഉണ്ണി ശിവപാലിനെ പിണക്കാതെ നിന്നാൽ മാത്രമേ ഈ ഓഫീസിൽ ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന മറുപടിയാണ് കുക്കു പരമേശ്വരൻ പറയുന്നത്. പക്ഷെ ഉണ്ണി ശിവപാൽ ആയിക്കോട്ടെ ഈ ജോലി സമയം കഴിഞ്ഞിട്ടും വിളിച്ചു വരുത്തുന്നു, അമിതമായിട്ടുള്ള ജോലി ചെയ്യിപ്പിക്കുന്നു, ക്ലീനിങ് സ്റ്റാഫുകൾ ചെയ്യേണ്ട ജോലി ഉൾപ്പെടെ തങ്ങളെ ഏൽപ്പിക്കുന്നു എന്നാണ് ഈ പരാതിയിൽ
പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഉണ്ണി ശിവപാൽ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വിദേശത്താണെന്നാണ് പറയുന്നത്. കുക്കു പരമേശ്വരൻ ഇന്നലെ മാധ്യമങ്ങളോടായി നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി അത് ഈ ജീവനക്കാർ അവരുടെ ജോലി കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് പിരിച്ചുവിടുന്നത്, മറിച്ച് ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നാണ് കുക്കു പരമേശ്വരന്റെ വിശദീകരണം. എന്തായാലും രണ്ടുപേരും പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനും അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ടെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ പരാതിയിലും ഈ ഉണ്ണി ശിവപാലിൽ നിന്നും മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റമുണ്ടായി. ഒരു അടിമയെ പോലെയാണ് ഉണ്ണി ശിവപാൽ പെരുമാറിക്കുന്നത് അല്ലെങ്കിൽ തങ്ങളോട് പെരുമാറുന്നതെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. എന്തായാലും ഇതെല്ലാം വിശദമായി പരിശോധിക്കുന്നത് തന്നെയാണ് ഇന്ന് യോഗം ചേരുന്നത്. ഈ അതുല്യ അടക്കം പറയുന്നത് ഈ പരാതികളൊന്നും ശ്വേതാ മേനോൻ അറിയില്ലായിരുന്നു. ശ്വേതാ മേനോനോട് പറഞ്ഞാൽ ജോലി പോകുമെന്ന് കുക്കു പരമേശ്വരൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് അതുല്യ അടക്കം ഇന്നലെ വ്യക്തമാക്കിയത്. പക്ഷെ വൈകിയാണ് ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഇക്കാര്യങ്ങളെല്ലാം ശ്വേതാ മേനോൻ പ്രസിഡന്റായിട്ടുള്ള ശ്വേതാ മേനോൻ അറിയുന്നതെന്ന് കൂടി അതുല്യ പറയുന്നുണ്ട്. താൻ ഈ പോലീസിൽ പരാതി നൽകിയെന്നറിഞ്ഞതോടുകൂടി ശ്വേതാ മേനോൻ തന്നെ വിളിക്കുകയും തന്നോട് എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറയാതിരുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു എന്നാണ് അതുല്യ പറയുന്നത്. എന്തായാലും ഇന്നത്തെ യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് സംഘടന കടക്കുമോ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന ശമ്പളം നൽകുമോ, അതുല്യക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ എന്തെങ്കിലും നടപടി ഇവർക്കെതിരെ ഉണ്ടാകുമോ ഇതൊക്കെയാണ് ഉറ്റുനോക്കുന്നത്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ലൈംഗിക അതിക്രമ കേസിലടക്കാൻ റിമാൻഡിലായ കൊച്ചി എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI മുജീബ് റഹ്മാനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ്. ഒളിവിലായിരുന്ന മുജീബ് റഹ്മാനെ എളമക്കര പോലീസ് ഇന്നലെ രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. ലൈംഗിക അതിക്രമ കേസിൽ യുവതിയുടെ പരാതിയിലും പത്തനംതിട്ട സ്വദേശിയായ ഡോക്ടർ നൽകിയ പരാതിയിലുമാണ് മുജീബ് റഹ്മാനെതിരെ കേസെടുത്തിരിക്കുന്നത്. ലഹരി കേസിൽ പെടാതിരിക്കാൻ 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നാണ് പരാതി. അതോടൊപ്പം മറ്റൊരു യുവതി, അതായത് യുവതിയുടെ പരാതിയിൽ പറയുന്നത് ഈ മുജീബ് റഹ്മാൻ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അതിൻ്റെ മറവിൽ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ആജ്ഞ, ഈ മുജീബ് റഹ്മാനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണുള്ളത്. നിലവിൽ 2 പേരാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ കൂടുതൽ പേരെ ഇയാൾ മറ്റ് പല രീതിയിലും സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്തിട്ടുണ്ടാകാമെന്ന ചില സൂചനകളുണ്ട്. നിലവിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. എന്താണ് വിവരങ്ങൾ? ടോം, ഈ മുജീബ് റഹ്മാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ തന്നെയാണ് എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും ആണ് അറിയുന്നത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ നിലവിൽ നൽകിയിട്ടില്ല. മുജീബിനെ കസ്റ്റഡി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകുമെന്നാണ് എളമക്കര പോലീസ് അറിയിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കിയതുപോലെ തന്നെ ക്രിമിനൽ ഒഫൻസസ് തന്നെയാണ്, ക്രിമിനൽ ഇടപെടലുകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മുജീബിന്റെ ഭാഗത്തു നിന്നും. ഇത് നേരത്തെ, അതായത് ഈ യുവതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം, അത് കഴിഞ്ഞ ഡിസംബറിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം നടക്കുന്നത്. 2025 ഡിസംബറിലാണ് യുവതി മറ്റൊരു പരാതിയുമായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും മുജീബ് ഗ്രേഡ് SI ആണ് അവിടുത്തെ SI എന്നുള്ള നിലയിൽ യുവതിയെ സഹായിക്കുകയും ചെയ്തത്. തുടർന്ന് യുവതിയുടെ ഫോൺ നമ്പറിലേക്ക് നിരന്തരം വിളിക്കുകയും ലൈംഗിക ആവശ്യങ്ങൾക്കായി നിരന്തരം വിളിക്കുകയും ചെയ്തു. അത് യുവതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് ഈ തൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇവരെ ലഹരി കേസിൽ പെടുത്തുമെന്ന് മുജീബ് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതിയാണ്. അങ്ങനെയാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. അങ്ങനെയാണ്. അതേ തുടർന്ന് മുജീബിനെതിരെ നടപടിയിലേക്ക്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. അത് കഴിഞ്ഞ ശേഷം കുറച്ചു കാലമായിട്ട് മുജീബ് അവധിയിലായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഡോക്ടറുടെ പരാതിയും എത്തിയത്. ഡോക്ടറുടെ പരാതി ഇങ്ങനെയാണ്. ഈ ഡോക്ടറെ സംബന്ധിച്ചിട്ട് മുജീബ് റഹ്മാൻ കോർഡിനേറ്റ് ചെയ്തിരുന്ന ഒരു ലഹരി കേസ്, അയാളുടെ നേതൃത്വത്തിൽ പിടിച്ച ഒരു പ്രതിയെ ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ ഈ പ്രതിയുടെ ഫോൺ പരിശോധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കോൾ ലിസ്റ്റിൽ ഡോക്ടറുടെ നമ്പർ കാണുന്നത്. അങ്ങനെയാണ് ഡോക്ടറെ വിളിക്കുന്നതും. ഡോക്ടറെ വിളിച്ച ശേഷം എങ്ങനെയാണ് ലഹരി കേസിലുള്ള പ്രതിയുടെ കോൾ ലോഗിൽ താങ്കളുടെ നമ്പർ വന്നതെന്നുള്ള ചോദ്യമായിരുന്നു.
അതേ തുടർന്ന് നിരന്തരം മുജീബ് റഹ്മാൻ ഈ ഡോക്ടറെ വിളിക്കുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു. 1.5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. ഈ 1.5 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഡോക്ടറെ കൂടി ലഹരി കേസിൽ പെടുത്തുമെന്നായിരുന്നു SI ഭീഷണിപ്പെടുത്തിയെന്നാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശിയുടെ ആയ ഡോക്ടറുടെ പരാതി. അങ്ങനെയാണ് അതേ തുടർന്ന് ഈ ഡോക്ടർ എലമക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും തുടർന്നാണ് മുജീബ് ഒളിവിൽ പോവുകയും പിന്നീട് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു, കസ്റ്റഡി എടുക്കുകയും ചെയ്തു. അവധിയിലായിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റൽ പണിഷ്മെന്റ് നേരിടുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ സസ്പെൻഷനിലായിരുന്ന ഒരു സാഹചര്യത്തിലാണ് മുജീബ് അവധിയിലായിരുന്നത്. തുടർന്നാണ് ഈ പരാതി വരുന്നതും തുടർന്ന് ഒളിവിൽ പോവുകയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത ശേഷം ഇന്നലെ ആലുവ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ മുജീബ് റഹ്മാൻ റിമാൻഡിലാണുള്ളത്. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയിക്കുന്നത്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ്. കേട്ടോ, ആജ്ഞ, നമുക്കറിയാം ഈ പോലീസിലെ ക്രിമിനലുകളുടെ കാര്യം. അതായത് കേരള പോലീസിൽ ഏകദേശം 800ഓളം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ലൈംഗിക പീഡനം, സാമ്പത്തിക തിരിമറി, ഗുണ്ടാ ബന്ധങ്ങൾ, പിന്നെ കൈക്കൂലി, അങ്ങനെ വലിയ രീതിയിൽ വഴിവിട്ട ഇടപാടുകൾ നടത്തുന്ന നിരവധി പോലീസുകാർ. കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞ ഈ കുറേ കാലയളവിനിടെ 100ഓളം പേരെ സേനയിൽ നിന്നും പുറത്താക്കിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും ഒരു സേനയിൽ തുടരാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് മുജീബ് റഹ്മാൻ എന്ന് വ്യക്തമാണ്. ഇയാൾക്കെതിരെ നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിരിച്ചുവിടലിൻ്റെ നടപടി ഉൾപ്പെടെ ആവശ്യമല്ലേ. മാത്രമല്ല ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലും മറ്റ് നടപടികളിലേക്കും പോലീസ് കടക്കുകയാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? പ്രതി കുറ്റം സമ്മതിച്ചിരുന്നോ? ഇനി ഈ ചോദ്യം ചെയ്യൽ കൂടാതെ മറ്റെന്തൊക്കെ നടപടികളായിരിക്കും ഉണ്ടാവുക? കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ശേഷം പ്രാഥമിക ചോദ്യം ചെയ്യൽ നടപടികൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. അതിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ്. അതേസമയം തന്നെ പോലീസ് വീണ്ടും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതിനുശേഷമായിരിക്കും ഇതിൽ കുറ്റസമ്മതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഈ മുജീബ് റഹ്മാനെതിരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന സാഹചര്യത്തിലേക്കുള്ള അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുമോ, അത്തരത്തിലുള്ള സൂചകങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ, ഉന്നത ഉദ്യോഗസ്ഥർ അത്തരത്തിൽ ഒരു റിപ്പോർട്ട് നൽകിയാൽ മുജീബ് റഹ്മാനെ പിരിച്ചുവിടേണ്ടുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകും. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനു ശേഷമായിരിക്കും ഉണ്ടാവുക. ഇനിയും നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയാവാനുണ്ട്. അതേസമയം ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയതനുസരിച്ചിട്ട് ഇത് ക്രിമിനൽ ഒഫൻസ് ആണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ഈ അടുത്ത് തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ക്രിമിനൽ നടപടികളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ആയിരുന്നതിൻ്റെ ഭാഗമായിട്ട് പിരിച്ചുവിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലും കൃത്യമായ CCTV നിരീക്ഷണത്തിലാണ്. അതല്ലെങ്കിൽ എല്ലാ പോലീസുകാരും നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്ന ഒരു അത്തരം ട്രാൻസ്പെറൻസി ഉള്ള ഒരു അവസ്ഥയിൽ പോലും ഇത്തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസസുകൾ നടക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കൂടിയാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും ഇത്തരത്തിൽ അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ എത്ര നിരവധി CCTVകളാണുള്ളത് നമുക്കറിയാം. അവിടെയും ഈ പറയുന്ന സംഭവങ്ങൾക്കും അവരുടെ ക്രയവിക്രയങ്ങൾക്കുമെല്ലാം ട്രാൻസ്പെറൻസിയുള്ള സുതാര്യതയുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ട് പോലും ഇത്തരം ക്രിമിനൽ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് സാധാരണക്കാരായ ആളുകളെ കെണിയിൽപ്പെടുത്തുന്നുണ്ട് ചില പോലീസുകാരെങ്കിലും എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടാകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്ന പോലീസുകാരെ സർവീസിൽ വെച്ചു പൊറപ്പിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചതും അങ്ങനെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മുജീബ് റഹ്മാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുക. കേട്ടോ, വ്യക്തമാണ്. ലൈംഗിക ആരോപണം നേരിടുന്ന വ്യക്തിയാണ്. അതോടൊപ്പം കൈക്കൂലി ആരോപണമുണ്ട്. മുജീബ് റഹ്മാൻ നിലവിൽ സസ്പെൻഷനിലാണ്. ഇയാൾക്കെതിരെ കർശനമായ കടുത്ത നടപടി വേണം. പുറത്താക്കണം, സേനയിൽ നിന്ന് തന്നെ പുറത്താക്കണം. ഇതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കേരള പോലീസിന് തന്നെ നാണക്കേടാണ്. പാലക്കാട് കുഴൽമന്ദത്ത് ചികിത്സാ പിഴവെന്ന് പരാതി. കുളവൻമുക്ക് സ്വദേശിനി അലീമയ്ക്ക് കുത്തിവെപ്പെടുത്തതിന് പിന്നാലെ ഇടതുകാൽ തളർന്നെന്നാണ് പരാതി.
കുടുംബത്തിൻ്റെ പരാതിയിൽ DMO അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 22-നാണ് ആർത്തവ വയറുവേദനയെ തുടർന്ന് കുഴൽമന്ദം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അലീമ ചികിത്സ തേടിയത്. മാർച്ച് 22-ാം തീയതി ഇവിടെ കുഴൽമന്ദം ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചക്ഷൻ വെച്ചിട്ടായിരുന്നു. അതെ, കാല് തീരെ നടക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതുവരെ ഇക്കാന്റെ സപ്പോർട്ടിലാണ് ഇതുവരെ നടന്നത്. പിന്നെ ഉമ്മ മക്കളൊക്കെ കൂടെ സഹായിച്ചിട്ടാണ് പോണത്. അത് പണിക്കും പോകാൻ പറ്റില്ല. അത് കീഴിൽ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഡോക്ടറെ കണ്ടിരുന്നോ? പിന്നീട് ആലത്തൂർ പോയി കണ്ടു, കോപ്പർട്ടിയിൽ പോയി, മെഡിക്കൽ കോളേജിൽ പോയി തൃശ്ശൂര്. അവിടെ ഒന്നും പോയിട്ട് ശരിയായില്ല. കോപ്പർട്ടിയിൽ പോയപ്പോ പറഞ്ഞു മെയിൻ നരമ്പി തട്ടിയിരിക്കുകയാണ്. പിന്നെ കരുണ മെഡിക്കലിൽ 6 ദിവസം കടന്നു. 6 ദിവസം കടന്ന് ഡിസ്ചാർജ് ആയി വന്നു. എന്നിട്ട് എന്റെ കാല് ശരിയായില്ല. ഇപ്പൊ പാലയിലാണ് കാണിക്കുന്നത്. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ പണം സർക്കാർ നൽകണമെന്നും ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഭർത്താവ് ഫിറോസ് ആവശ്യപ്പെട്ടു. ഞാൻ ആലത്തൂർ ആശുപത്രി കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാലക്കാട്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാണിച്ചു. ഇപ്പോൾ കരുണ മെഡിക്കലിൽ കാണിച്ച് 6 ദിവസം കിടക്കുകയൊക്കെ ചെയ്തായിരുന്നു. MRI തൊട്ട് പല ടെസ്റ്റുകളെല്ലാം നടത്തി. പിന്നെ ലാസ്റ്റ് പാലനയിലാണ് ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ട്രീറ്റ്മെൻറ്റിന് ഇനി മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ടാവില്ല. ട്രീറ്റ്മെൻറ്റിന് പോകാൻ സ്പേസ് ചെയ്യും. എനിക്ക് നഷ്ടപരിഹാരം എന്തായാലും ഈ പാരമ്പര്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട് നിന്ന്. പ്രജിത്ത്, ഇത് സംസ്ഥാനത്തെ ഈ സർക്കാർ ആശുപത്രികളിൽ ഇതുപോലുള്ള ചികിത്സാപ്പിഴവ് ഒറ്റപ്പെട്ട സംഭവമല്ല. പല രീതിയിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇത് ഒരു വയറുവേദനയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ യുവതിക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? ഈ പരാതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടിക്ക് സാധ്യതയുണ്ടോ? കഴിഞ്ഞ 22-നാണ് ഈ വയറുവേദനയായിട്ട് കുഴൽമന്നത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചികിത്സ തേടി യുവതി അവിടെ എത്തുന്നത്. അപ്പോൾ ചികിത്സയ്ക്ക് ശേഷം 2 ഇഞ്ചക്ഷനുകളാണ് നൽകിയത്. ഒന്ന് കയ്യിലും ഒന്ന് ഇടുപ്പിലുമാണ് നൽകിയത്. അതിനുശേഷം തിരിച്ച് വേദന മാറിയ ശേഷം ഇവർ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴാണ് ഇടതുകാൽ ശേഷിക്കുറവ്, അതായത് നമുക്ക് അനക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്കും രക്തഓട്ടം കുറവ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം കാല് അനക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നീട് തുടർ ചികിത്സയ്ക്ക് വേണ്ടി വീണ്ടും ആരോഗ്യ കേന്ദ്രത്തിൽ വന്ന സമയത്ത് അത് വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ടാണ് നിങ്ങൾക്ക് കാലിന് ഈ പ്രശ്നം വന്നതാണെന്ന് ആദ്യം ഡോക്ടർമാർ പറയുന്നത്. അതിനുശേഷം ഇവർ ജില്ലാ ആശുപത്രിയിലേക്കും തുടർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും പോയി. പിന്നെ മെഡിക്കൽ കോളേജിലേക്കും പോയ ശേഷവും ഇത് പ്രാഥമികമായി അറിയുന്നത് ഈ ഇഞ്ചക്ഷൻ വെച്ചതിന്റെ പൊസിഷൻ മാറിപ്പോയി എന്നാണ് DMOയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ അന്വേഷണങ്ങളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ യുവതി പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സയ്ക്ക് വലിയൊരു തുക വരുന്നുണ്ട്. ഇവർ തീർത്തും നിർധനായ കുടുംബത്തിലാണ്. കൂലിപ്പണിയാണ് ഇവരുടെ ഭർത്താവിന്. അപ്പോൾ ഇത്രയും വലിയ തുക ഇവർക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് ആശുപത്രിയുടെ ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ച് ഇവർ പോലീസിലും അതുപോലെ തന്നെ DMOയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. ടോം, തീർച്ചയായും നമുക്കറിയാം പ്രജിത്ത്, കാരണം ഇതിനു മുൻപൊക്കെ സമാനമായ രീതിയിലുള്ള, അതായത് വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവം ഉൾപ്പെടെ നിരവധി രോഗികൾ ചികിത്സ തേടി എത്തിയപ്പോൾ മരിച്ച സംഭവങ്ങളടക്കം ഇതുപോലുള്ള ആശുപത്രികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു നടപടിയും ഈ കുറ്റക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ഡോക്ടർമാർക്കെതിരെ ഉണ്ടായിട്ടില്ല. എന്തായാലും കുടുംബത്തിൻ്റെ തീരുമാനം എന്താണ്? ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണോ? നിയമപരമായി മുന്നോട്ട് പോവുകയാണോ? ഇവരുടെ ആവശ്യം ഈ സ്വാഭാവികമായും ഒരു നിർധന കുടുംബമാണ്, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവരുടെ തുടർ ചികിത്സയ്ക്കെങ്കിലും ഒരു സഹായം സർക്കാർ ചെയ്യേണ്ടതല്ലേ? ഇവർ ഇപ്പോൾ കുഴൽമന്ദം പോലീസിലും അതുപോലെ തന്നെ DMOയ്ക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ തുടർ ചികിത്സയ്ക്കുള്ള പൈസ സർക്കാർ ഏറ്റെടുക്കണം. ചികിത്സാ പിഴവ് മൂലം ഉണ്ടായ കാലിന് ശേഷിക്കുറവാണെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഡോക്ടർമാരും DMOയുടെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഇഞ്ചക്ഷൻ വെച്ചതിന്റെ പൊസിഷൻ മാറിയത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് എന്നും പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി തുടർ നടപടികൾ പെട്ടെന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് അവരും പ്രതീക്ഷിക്കുന്നത്.
യെസ്, വ്യക്തമാണ്. പാലക്കാട് നിന്ന് പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ചമ്പക്കര കനാലിൽ അജ്ഞാത മൃതദേഹം. തൈക്കുടം പാലത്തിന് സമീപത്ത് രാവിലെയാണ് പുരുഷ മൃതദേഹം ഒടുങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. 30-40 മധ്യേ പ്രായമുള്ള യുവാവിൻ്റെതാണ് മൃതദേഹം. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. മരട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ മരണത്തിന്? ടോമി, വിഷയത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇന്ന് രാവിലെയാണ് ചമ്പക്കര ആ ഭാഗത്ത്, ചമ്പക്കര വലിയ കനാലിനോട് ചേർന്നുള്ള ഭാഗത്ത് മൃതദേഹം ഒഴുകി നടക്കുന്ന രീതിയിൽ കണ്ടെത്തിയത്, ആ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. മരട് പോലീസ് സ്ഥലത്തെത്തിയാണ് പിന്നീട് മൃതദേഹം കെട്ടിവലിച്ച് കരയ്ക്കയിലേക്ക് അടുപ്പിച്ചു. ഒരു പുരുഷൻ്റേതാണ് മൃതദേഹമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. പിന്നീട് ഇതിന് ശേഷം കരയ്ക്കടുപ്പിച്ചതിന് ശേഷമാണ് പോലീസ് അത് വിശദമായൊരു പരിശോധന നടക്കുന്നു. 30 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരാളുടേതാണ് മൃതദേഹമെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ, അതാണ് മരണകാരണം എന്നതടക്കം, ഇത് അസ്വാഭാവികതയുണ്ടോ, മറ്റേതെങ്കിലും രീതിയിൽ മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നതെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. പ്രാഥമികമായി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങൾ, അതായത് മരടിനും ചുറ്റുപാടുമുള്ള സമീപ പ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ള മാൻ മിസ്സിംഗ് സംബന്ധമായ പരാതികൾ അത് കൂടുതലായും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതി കേസുകൾ മാച്ച് ആവുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ രീതിയിൽ ഏതെങ്കിലും പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇതുവരെയും സൂചിപ്പിച്ചതുപോലെ ഈ സമീപ പ്രദേശങ്ങളിൽ, മരട് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, അതിൻ്റെ പരിധികളിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ട്, സമീപ ദിവസങ്ങളിൽ കാണാതായിട്ടുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കണം. അതോടൊപ്പം മറ്റേതെങ്കിലും ദുരൂഹത പോലീസ് സംശയിക്കുന്നുണ്ടോ ഈ മരണത്തിൽ? പോലീസ് അതിൻ്റെ എല്ലാ സാധ്യതയും പരിശോധിക്കുകയാണ്. ഇതിൽ ആത്മഹത്യയാണോ, അതിനപ്പുറത്തേക്ക് മറ്റ് കാരണങ്ങളുണ്ട്, ഇതെല്ലാം പോലീസ് പരിശോധിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാൻ മിസ്സിംഗ് കേസുകൾ സ്വാഭാവികമായും പലതും ആത്മഹത്യയിലേക്ക് ചെന്നെത്തുന്ന ഒരു രീതികളെല്ലാം തന്നെയുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് സാഹചര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് വിവിധ സ്റ്റേഷനുകളിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഈ ക്രൈം സംബന്ധമായ കാര്യങ്ങൾ, ആ രീതിയിലുള്ള അടിപിടി കേസുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ പോലീസ് അതിൻ്റെ ഒരു സാധ്യതകൾ കൂടി പരിശോധിക്കുകയാണ്. അത് സമീപ ജില്ലകൾ തന്നെ അല്ല, സമീപ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ മാത്രമല്ല, ജില്ലയിൽ അത്തരം രീതിയിൽ ഏതെങ്കിലും തന്നെ അസ്വാഭാവികത നിറഞ്ഞ ഏതെങ്കിലും സംഘടനകളോ കാര്യങ്ങളോ, ഈ ഗുണ്ട ആക്രമണങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നു. മുഴുവൻ സാധ്യതയും പരിശോധിച്ച് ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. മാത്രവുമല്ല, ഇത് ചമ്പക്കര കനാൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി ചെല്ലുമ്പോൾ ദേശീയ ജലപാതയുമായിട്ടെല്ലാം തന്നെ കണക്ട് ചെയ്തു പോകുന്നൊരു മേഖലകളെല്ലാം തന്നെയുണ്ട്. വലിയ ആഴത്തിലുള്ള ഇടങ്ങളെല്ലാം ഉണ്ട്. ബാർജുകളടക്കം കടന്നു പോകുന്ന മേഖലകളാണ്. അപ്പോൾ ആഴമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് ഒഴുക്കിൽപ്പെട്ട് വരാനുള്ളൊരു സാധ്യത അതുകൂടി കണക്കിലെടുക്കുകയാണ് കേട്ടോ. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. എന്തായാലും ഈ ചമ്പക്കര കായലിലാണ് ഈ രീതിയിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. യുവാവിൻ്റെതാണ്. 30-40 ഇടയിൽ പ്രായമുള്ള ആളാണ്. മരിച്ചയാളെ കൃത്യമായും തിരിച്ചറിഞ്ഞിട്ടില്ല. വിശദമായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മാൻ മിസ്സിംഗ് കേസുകൾ പരിശോധിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും ദുരൂഹതയുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഓട്ടോ ഡ്രൈവർ തൂങ്ങി മരിച്ച നിലയിൽ. താമരശ്ശേരി സ്വദേശി മുരളീധരനാണ് മരിച്ചത്. താമരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന്റെ ഗോവണിപ്പടിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയായിരുന്നു. മുരളീധരന്റെ ഓട്ടോയുടെ വായ്പ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. ഇന്നലെ ഫൈനാൻസ് കമ്പനി പ്രതിനിധികൾ ഓട്ടോ സ്റ്റാൻഡിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഏറെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ചൊരു ഓട്ടോ തൊഴിലാളി ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം, ഓട്ടോയുടെ വായ്പ പോലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോം, ഒരു പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും മുരളീധരൻ വായ്പ എടുത്തിരുന്നു. ഓട്ടോറിക്ഷയുടെ
ആവശ്യങ്ങൾക്കൊക്കെയായി. പക്ഷേ 3 തവണയായി ആ പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ, അതായത് കഴിഞ്ഞ 3 അടവ് മുടങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ ആളുകൾ, ജീവനക്കാർ സ്റ്റാൻഡിലും വീട്ടിലും എത്തുകയും മുരളീധരനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാണ് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പറയുന്നത്. ഇതേ തുടർന്ന് വലിയ മാനസിക സംഘർഷത്തിൽ കൂടിയായിരുന്നു മുരളീധരൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നാണ് ഇന്ന് രാവിലെ താമരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന്റെ ഗോപണിപ്പടിയിൽ ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ. പഞ്ചായത്ത് ഓഫീസിന് തൊട്ട് മുമ്പിലുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് ഇദ്ദേഹത്തിന്റെ വാഹനം ഇട്ട് ഓടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്ത് തന്നെ അല്ലെങ്കിൽ അതിന്റെ ഗോവണിയിൽ തന്നെ അദ്ദേഹം ജീവൻ ഒടുക്കിയതെന്നാണ് കരുതുന്നത്. സാമ്പത്തിക പ്രതിസന്ധികളാണ് താൻ ജീവൻ ഒടുക്കാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് മുരളീധരന്റെ പക്കൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ മൊഴി ശേഖരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. ഇതിനുശേഷമാവും വിശദമായി ഇക്കാര്യത്തിൽ മൊഴി രേഖപ്പെടുത്തുകയും ഈ ജീവനക്കാരായ ആളുകൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ മുരളീധരനുമായി ഇവർ നടത്തിയ സംസാരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഭീഷണികൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കും. ഇതിനുശേഷം കൃത്യമായും ഈ സ്വകാര്യ സാമ്പത്തിക സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഈ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് മരണത്തിന് കാരണമായത് എന്ന് കണ്ടെത്തിയാൽ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായ നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം കൈമാറും. ഇതിനുശേഷമാവും ബാക്കി നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. അങ്ങനെ ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്തിയിട്ടുണ്ടോ? അതിൽ ആരുടെങ്കിലും പേരോ പരാമർശങ്ങളോ ഉണ്ടോ? പ്രത്യേകിച്ചും ഈ ഒരു ഫൈനാൻസ് സ്ഥാപനം ഓട്ടോ സ്റ്റാൻഡിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഈ മറ്റു ഓട്ടോ തൊഴിലാളികളടക്കം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് വ്യക്തമായ മൊഴി നൽകിയിട്ടുണ്ടോ? തീർച്ചയായും അത്തരമൊരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യതകളാണ് അല്ലെങ്കിൽ സാമ്പത്തികമായ ചില പ്രശ്നങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഭീഷണികളാണ് ഈ ഒരു മരണം തെരഞ്ഞെടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ എന്താണ് കൃത്യമായ വാക്കുകൾ എന്നതിനെ കുറിച്ച് പോലീസ് ഇപ്പോഴും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ ആത്മഹത്യാക്കുറിപ്പ് കിട്ടി എന്നതും സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായ പരാമർശങ്ങൾ ഉണ്ട് എന്നതും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുഹൃത്തുക്കളും പോലീസിന് മൊഴി നൽകിയത്. ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ജീവനക്കാരെത്തി പണം തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ഭീഷണി മുഴക്കിയെന്ന് പറയുന്നത്. ഒപ്പം വീട്ടിലും ചെന്നിരുന്നു. കഴിഞ്ഞ 3 തവണകളാണ് അദ്ദേഹത്തിന് മുടങ്ങിയത്. ഈ 3 തവണകൾ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലവിൽ തന്നെ അദ്ദേഹം നേരിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരികയും ചെയ്തത്. എന്തായാലും നിരവധി ഇടങ്ങളിൽ ഇത്തരം അനീഷ്, ഈ ഓട്ടോയുടെ വായ്പ അടയ്ക്കുന്നതിനപ്പുറം തിരിച്ചടയ്ക്കുന്നതിനപ്പുറം മറ്റേതെങ്കിലും സാമ്പത്തിക പ്രശ്നമാണ് ഇത്? അവർ ജപ്തി ചെയ്തു പോയാലും അദ്ദേഹത്തിന് മുന്നോട്ട് ജീവിക്കാൻ കഴിയുന്ന മറ്റു സാഹചര്യം ഉണ്ടായിരുന്നോ? അതല്ലെങ്കിൽ മറ്റത് വലിയ രീതിയിലുള്ള ഒരു കടബാധ്യത മുരളീധരനെ അലട്ടിയിരുന്നോ? അത്തരമൊരു വലിയ അതിഭീകരമായ ഒരു കടബാധ്യതയെ കുറിച്ചൊന്നും ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. ബന്ധുക്കളും ഈ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരങ്ങൾ പോലീസിന് നൽകിയിട്ടില്ല. പക്ഷേ സാമ്പത്തികപരമായ ചില ബാധ്യതകൾ അല്ലെങ്കിൽ ചില പ്രതിസന്ധികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ അദ്ദേഹം കൃത്യമായ രീതിയിൽ തന്നെ ഈ അടവ് നടത്തിയിരുന്നതാണ്. മറ്റെന്ത് ചെലവുകൾക്കായി പണം മാറ്റിയില്ലെങ്കിൽ പോലും ഈ ഓട്ടോറിക്ഷയുടെ ഒപ്പം ഉള്ള ഈ തവണ വ്യവസ്ഥയിലുള്ള ഈ പണമിടപാടുകാർക്ക് കൃത്യമായി അദ്ദേഹം അടച്ചിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ 3 മാസമായി അദ്ദേഹത്തിന് ആ പണം അടയ്ക്കാൻ കഴിയാത്ത വിധം ഒരു ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങി. നമുക്കറിയാം, ഇപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് ഓടിച്ചാൽ കിട്ടുന്ന വരുമാനങ്ങളൊക്കെ പലപ്പോഴും വ്യത്യാസങ്ങൾ ഉണ്ടാവാം. തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പലവിധ കാരണങ്ങളാവാം ഒരുപക്ഷെ ഈ അദ്ദേഹത്തിന് തൊഴിൽ പരമായി ഒരു ലാഭം ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയും ഈ കടം അടയ്ക്കാൻ കഴിയാതെ വരികയും ചെയ്ത്. എന്തായാലും ഈ കടം അടയ്ക്കാൻ കഴിയാതെ വന്നതോടുകൂടി ഈ സ്റ്റാൻഡിൽ നിരന്തരമായി ഈ ജീവനക്കാർ കയറി ഇറങ്ങുന്നു, വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്നു. ഇത്തരമൊരു സമ്മർദ്ദം അദ്ദേഹത്തിന് വലിയ തോതിൽ ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി നിരന്തര പോക്കുവരവുകൾ ഉണ്ടാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മരണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ സുഹൃത്തുക്കൾ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു, ഈ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ വന്നിരുന്നു, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ ഭീഷണിയെ തുടർന്നാണ് ഈ മരണം സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും അതിന് ഒരു ബലം പകരുന്ന രീതിയിലുള്ള ആത്മഹത്യാ കുറിപ്പ് കൂടി പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലായി
വലിയ പേരുകേട്ട ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഇതുപോലെ തന്നെ ആളുകൾക്ക് പണം വായ്പ നൽകുകയും പിന്നീട് തിരിച്ചടവ് മുടങ്ങുമ്പോൾ വലിയ ഭീഷണികളുമായി മുന്നോട്ട് പോവുക, വീട്ടിനുള്ളിൽ പോയി ഭീഷണിപ്പെടുത്തുക, ഈ ഭാര്യയും മക്കളുടെയും ഒക്കെ മുന്നിൽ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാവാറുണ്ട്. ആദ്യഘട്ടത്തിൽ വായ്പ തരാൻ നിൽക്കുമ്പോൾ ഈ ഇടപാടുകാരെ അങ്ങോട്ട് പോയി തെരഞ്ഞു കണ്ടുപിടിക്കുന്ന സൂചിപ്പിച്ചതുപോലെ പല സ്വകാര്യ ഫിനാൻസ് സ്ഥാപനങ്ങളും ഗുണ്ടായിസമാണ് കാണിക്കുന്നത്. ആളുകളെ മാനസികമായും ശാരീരികമായും കൈകാര്യം ചെയ്യുന്ന, ചൂഷണം ചെയ്യുന്ന അവസ്ഥ പോലുമുണ്ട്. ഒരുപക്ഷെ മുരളീധരൻ അതുപോലുള്ള ഒരു വലിയ മാനസിക പ്രയാസത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. ആ ഭീഷണി അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഉറപ്പായും ഈ സ്ഥാപനത്തിനെതിരെ, കുറ്റക്കാർക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.